മണിക്കൂറുകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങും. 1.5 മാസക്കാലം ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ടൂർണമെന്റിന് നമ്മൾ സാക്ഷികളാകും. പ്രിയപ്പെട്ട താരങ്ങൾക്കും ടീമുകൾക്കും വേണ്ടി ലോകമാകെ ചെറു ദ്വീപുകളാകും. എന്നാൽ തങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് കളിക്കാൻ താരങ്ങൾ ശരിക്കും തയ്യാറാണോ? പുറത്തുവരുന്ന പരിക്കിന്റെ വാർത്തകൾ ആരാധകർക്ക് മാത്രമല്ല, ഫുട്ബോളിനും അത്ര പോസിറ്റീവ് അല്ല. ജർമ്മനിയുടെ യുവതാരം ലെനർഡ് കോളും ബ്രസീലിന്റെ പ്രതിരോധ നിര താരം വെസ്ലിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിക്കേറ്റ് പുറത്തായതോടെ ഈ ലോകകപ്പ് നഷ്ടമാകുന്ന താരങ്ങളുടെ നിര നീളുകയാണ്. ടൂർണമെന്റിലേക്കുള്ള 26 അംഗ സ്ക്വാഡ് ടീമുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ പല ടീമുകളുടെയും പ്രധാന താരങ്ങൾ പരിക്കിന്റെ പിടിയിലായിരുന്നു. ബ്രസീലിന് റോഡ്രിഗോ എസ്റ്റെവോ മിലീറ്റോ, ജർമ്മനിയുടെ സെർജി നബ്രി ടെർ സ്റ്റീഗൻ, നെതർലൻഡ്സിന് സാവി സിമൻസ് ഡീലൈറ്റ് ഷൂട്ടൻ തുടങ്ങിയവർ, സ്പെയിനിന് ഫെർമീൻ ലോപ്പസ്, ഫ്രാൻസിന് എക്കിറ്റിക്കെ, ജപ്പാന് മിനാമിനോ മിത്തോമ തുടങ്ങി ഒരുപിടി മികച്ച താരങ്ങളാണ് പരിക്ക് കാരണം ലോകകപ്പിനെത്താതെ പുറത്തിരിക്കുന്നത്. സ്ക്വാഡിൽ ഉൾപ്പെട്ടവരിൽ ബ്രസീലിന്റെ നെയ്മർ മുതൽ അർജന്റീനയുടെ കുട്ടി റൊമേറോ വരെ പരിക്കിന്റെ ആശങ്കയിലുമാണ്. വിവാദങ്ങളും വിമർശനങ്ങളും തുടക്കം മുതലേ പിന്തുടരുന്ന ഈ ലോകകപ്പിന് നിറം കെടുത്തുമോ പരിക്കുകൾ? നോക്കാം. പലരും മൈതാനത്തിറങ്ങുന്നത് വേദന കടിച്ചമർത്തിക്കൊണ്ടാണ്. അവർ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. ഫുട്ബോളിലെ തിരക്കേറിയ ഫിക്സറുകളെയും താരങ്ങൾക്ക് കൃത്യമായ വിശ്രമം ലഭിക്കാത്തതിനെയും കുറിച്ച് ഇതിഹാസ പരിശീലകൻ പെപ് ഗാർഡിയോളയുടെ വിമർശനമാണിത്. 4 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ലോകകപ്പിലേക്ക് ഭൂരിഭാഗം താരങ്ങളും എത്തുന്നത് ഇത്തരത്തിൽ യൂറോപ്യൻ ഫുട്ബോളിലെ തിരക്ക് പിടിച്ച ഒരു സീസണിന് ശേഷമാണ്. യൂറോപ്പിൽ പ്രധാന ലീഗുകളെല്ലാം അവസാനിച്ചത് കഴിഞ്ഞ മെയ്യിലാണ്. ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ, കോൺഫറൻസ് ലീഗുകൾ അവസാനിച്ചതും മെയ്യിൽ തന്നെ. 1 മാസത്തെ പോലും ഇടവേളയില്ലാതെയാണ് പല താരങ്ങളും ലോകകപ്പിനെത്തുന്നത്. ലീഗ് ഘട്ടത്തിൽ തന്നെ പരിക്ക് പൂർണ്ണമായി ഭേദമാകാതെ പല താരങ്ങൾക്കും കളത്തിലിറങ്ങേണ്ടി വരുന്ന ഗുരുതര സാഹചര്യമുണ്ടെന്നാണ് പെപ്പ് പറയുന്നത്. ഒറ്റ സീസണിൽ 50-ലേറെ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്ന ക്ലബ്ബുകളിലെ താരങ്ങളുടെ അവസ്ഥ പിന്നെ പറയേണ്ടതുണ്ടോ? ലോക ഫുട്ബോളിൽ പ്രതിരോധത്തിലോ പൊസിഷനിലോ ഊന്നി കളിക്കുന്ന ടീമുകളുടെ എണ്ണം കുറയുന്നതും എലൈറ്റ് ടീമുകൾ ഹൈ പ്രസിംഗ്, ഹൈ അറ്റാക്കിംഗ് ടാക്ടിക്സിലേക്ക് കടക്കുന്നതും താരങ്ങളുടെ പരിക്കിന് പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. ഫൈനൽ വിസിൽ മുഴങ്ങുന്നത് വരെ മൈതാനം നിറഞ്ഞ് കളിക്കേണ്ടി വരുന്നത് താരങ്ങളെ ഫിസിക്കലി ഡ്രെയിൻ ചെയ്യും. മത്സരങ്ങൾക്കിടയിലെ ഇടവേളകളും പ്രശ്നമാണ്. ലീഗ് ഗെയിം കഴിഞ്ഞ് 48-ാം മണിക്കൂറിലും 72-ാം മണിക്കൂറിലും UCL മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്ന ടീമുകളുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. മത്സരക്രമത്തിൽ UEFAയും അതത് ലീഗുകളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സത്യത്തിൽ ബലിയാടാകുന്നത് താരങ്ങളാണ്. ഒരു ന്യായീകരണവും നൽകാനാകാത്ത ഇത്തരം ലീഗ് കലണ്ടറുകൾ താരങ്ങൾക്കുണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കവും ചെറുതല്ല. ഒരൊറ്റ നിമിഷത്തെ പിഴവിൽ കരിയർ തന്നെ നഷ്ടപ്പെടുന്ന താരങ്ങൾ മൈതാനത്ത് അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ ആരും അഭിസംബോധന ചെയ്ത് കാണാറില്ല. കുടുംബത്തിനോ കുട്ടികൾക്കോ മതിയായ സമയം നൽകാനാകാതെ തിരക്കു പിടിച്ച സീസൺ ആകെ കളിക്കേണ്ടി വരുന്ന അവരുടെ ഗതികേടും ആരും പറഞ്ഞു പോകാറില്ല. മറിച്ച് ആഡംബര കാറുകളിൽ കറങ്ങുന്ന പുത്തൻ ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന അവരുടെ ഒരു വശം മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഇതെല്ലാം അതിജീവിച്ച് വേണം അവർക്ക് ടോപ്പ് ഫുട്ബോൾ കളിക്കാൻ. ഇനി ഇത്തവണത്തെ ലോകകപ്പിലേക്ക് വന്നാൽ ക്ലബ് ഫുട്ബോളിലെ 2 സീസണുകൾക്കിടയിലാണ് ഫിഫ ഈ ടൂർണമെന്റ് നടത്തുന്നതെന്ന് കാണാം. അതായത് ജൂണിൽ തുടങ്ങി ജൂലൈയിൽ അവസാനിക്കുന്ന മത്സരങ്ങൾ. ക്ലബ് ഫുട്ബോളിൽ താരങ്ങൾക്ക് ലഭിക്കേണ്ട ബ്രേക്ക് ടൈമിലാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. അതായത് ലോകകപ്പ് അവസാനിച്ച ശേഷം അടുത്ത ലീഗ് സീസണിന് മുമ്പായി താരങ്ങൾക്ക് ലഭിക്കുക ചുരുങ്ങിയ സമയമാണെന്നർത്ഥം. ഓഗസ്റ്റ് പകുതിയോടെ തുടങ്ങുന്ന അടുത്ത ക്ലബ് ഫുട്ബോൾ സീസണിനായി ഓഗസ്റ്റ് ആദ്യ ആഴ്ചകളിൽ തന്നെ ടീമുകൾ തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ താരങ്ങൾക്ക് അവരുടെ വെക്കേഷൻ ടൈം വെട്ടിച്ചുരുക്കേണ്ടി വരും. ലോകകപ്പ് നടക്കുന്ന അമേരിക്കയിലെയും മറ്റും സ്റ്റേഡിയങ്ങളാണ് മറ്റൊരാശങ്ക. ടൂർണമെന്റിന് വേണ്ടി കൺവേർട്ട് ചെയ്തതാണ് പല സ്റ്റേഡിയങ്ങളും. അമേരിക്കയിലെ പ്രധാന സ്റ്റേഡിയങ്ങളെല്ലാം NFL പോലുള്ള കായിക വിനോദങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത മൾട്ടിപർപ്പസ് സ്റ്റേഡിയങ്ങളാണ്. ഇവിടെ ഫിഫയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും യൂറോപ്പിലെ നാച്ചുറൽ ഫുട്ബോൾ ടർഫുകളിൽ പന്ത് തട്ടിയെത്തിയവർക്ക് ഈ കണ്ടീഷനിൽ കഷ്ടപ്പെടേണ്ടി വരുമോ എന്ന ആശങ്ക ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലെ സമ്മർ സീസണിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. കടുത്ത വേനലിൽ പന്ത് തട്ടേണ്ടി വരുന്നത് താരങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളിയായേക്കാം. ആശങ്കകൾ ഒരുപാടുണ്ടെങ്കിലും ലോകകപ്പിലേക്ക് വരുമ്പോൾ താരങ്ങൾ കളത്തിൽ മറ്റൊരാളാകും. സ്വന്തം രാജ്യത്തിനായി വിയർപ്പും ചോരയും ചിന്താൻ തയ്യാറാകും. വേദന കടിച്ചമർത്തിയും ആ വലിയ വേദിയിൽ പന്തു തട്ടാൻ ഇറങ്ങും. അത് പാഷനാണ്. എന്നാൽ താരങ്ങളുടെ പാഷനെ ഫിഫയും UEFAയും ചൂഷണം ചെയ്യുന്നത് ഈ ഗെയിമിന് ഒട്ടും നല്ലതല്ല. ഇതിഹാസമാകുമെന്ന് കരുതിയവരുടെ കരിയർ തന്നെ പരിക്കുകൾ അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഈ ലോകകപ്പിനൊടുവിലെങ്കിലും താരങ്ങളെ മനുഷ്യരായി കാണാൻ അവർ പഠിക്കട്ടെ. ഫുട്ബോൾ കൂടുതൽ സുന്ദരമാകട്ടെ.